സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഈ സ്റ്റഡി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ പാർട്ട് 2ലെ 4th യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ വേർഡ്സിൻ്റെ മലയാളം മീനിങ്ങും ഒക്കെ നമ്മൾ മൊത്തത്തിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. So before moving to the chapter, let's read and reflect. When people came together for a cause, great things can be achieved. അല്ലേ, ജനങ്ങളൊക്കെ ഒരു കാരണത്തിൽ, കോസ് എന്ന് പറഞ്ഞാൽ ഒരു കാരണത്താൽ ഇങ്ങനെ കൂടി ചേർന്ന് വന്നാൽ, എല്ലാവരും കൂടി കൂട്ടത്തോടെ ഒരു കാരണത്തിന് വേണ്ടിയിട്ട് വന്നാൽ ഗ്രേറ്റ് തിങ്സ് ക്യാൻ ബി അച്ചീവ്ഡ്. വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഡോണ്ട് യു അഗ്രി? നിങ്ങൾ അതിനോട് സമ്മതിക്കുന്നില്ലേ? ദർ ആർ ന്യൂമറസ് എക്സാമ്പിൾ ഫോർ ദിസ് ഇൻ ഹിസ്റ്ററി. ഈ ഒരു കാര്യത്തെ ശരിവെക്കുന്ന ന്യൂമറസ് എന്ന് പറഞ്ഞാൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ക്യാൻ യു മെൻഷൻ എ ഫ്യൂ ഓഫ് ദം? അതിലേതെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? Our nation became free because of the united effort of people from different walk of life. നമ്മളുടെ രാജ്യത്തിന് ഫ്രീഡം കിട്ടിയത് യുണൈറ്റഡ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ കൂട്ടായ ശ്രമങ്ങൾ. ഓക്കെ, എല്ലാവരും കൂടിയിട്ടുള്ള ശ്രമം കാരണമാണ് നമ്മളെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്, അതിൽ പലരും പല മേഖലയിൽ നിന്ന് വരുന്നവരാണ്. അതുപോലെ തന്നെ ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി കൺട്രി, നമ്മളുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളെല്ലാവരും കൂടി ചേർന്ന് അവരുടെ കൂട്ടായ്മയുടെ ഒരു ഫലമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രീഡം എന്ന് പറയുന്നത്. ലെറ്റ്സ് ലിസൺ ടു ജവഹർലാൽ നെഹ്റു സ്പീച്ച് ഓൺ ദി മൊമെന്റസ് ഒക്കേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ സ്പീച്ചാണ് ഓൺ ദി മൊമെന്റസ് ഒക്കേഷൻ. മൊമെന്റസ് ഒക്കേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര പ്രാധാന്യമായിട്ടുള്ളൊരു മുഹൂർത്തത്തിൽ നമ്മളുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സ്പീച്ചാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത്. എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടിക്കാഴ്ച, ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ വിധി. ഒരു വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതായത് നമ്മളുടെ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ വിധിയാണ്, അതുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നാണ് ഈ ഒരു ടൈറ്റിലിന്റെ മീനിങ് വരുന്നത്. പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു അഡ്രസ് ടു ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓൺ ദി ഈവ് ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ തലേന്ന് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഭിസംബോധന ചെയ്ത് പറഞ്ഞിട്ടുള്ള സ്പീച്ചാണ് കേട്ടോ നമ്മൾ വായിക്കാൻ പോകുന്നത്. ലോങ് ഇയർ എഗോ വി മേഡ് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. കുറെ നാൾ മുമ്പ് നമ്മൾ വിധിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. ട്രിസ്റ്റി എന്ന് പറഞ്ഞാൽ കൂടിക്കാഴ്ച, ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ വിധിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. അതായത് നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ള ആ ഒരു സംഭവം, അതാണ് പറയുന്നത്. ആൻഡ് നൗ ദ ടൈം കംസ് വെൻ വി ഷാൽ റിഡീം അവർ പ്ലെഡ്ജ്. അപ്പൊ ഇപ്പൊ അതിനുള്ള സമയമായി. വെൻ വി ഷാൽ റിഡീം അവർ പ്ലെഡ്ജ്, നമ്മൾ അന്ന് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റുന്ന സമയം എത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. റിഡീം എന്ന് പറഞ്ഞാൽ നിറവേറ്റുക, പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ. നോട്ട് ഹോൺലി ഓർ ഇൻ ഫുൾ മെഷർ, പൂർണ്ണമായോ അല്ലെങ്കിൽ പൂർണ്ണമായ അളവിലോ അല്ല, മൊത്തത്തിൽ നമ്മൾ നേടിയെടുത്തിട്ടില്ലെങ്കിലും ബട്ട് വെരി സബ്സ്റ്റൻഷ്യലി എന്ന് പറഞ്ഞാൽ കാര്യമായത്, ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മൾ നേടിയെടുത്തു. അതാണ് നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിൽ ഇനി നേടാൻ കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ മെയിൻ ആയിട്ടുള്ളത് നേടിയെടുത്തു എന്ന് പറയുന്നത്. ഇനി നേടാൻ എന്തൊക്കെയുള്ള പ്രോവേർട്ടി ഇല്ലാണ്ടാക്കണം, ഇക്വാലിറ്റി കൊണ്ടുവരണം, ഇതൊക്കെ നേടാനുണ്ടായിരുന്നു. എന്നാലും മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ സാധിച്ചെടുത്തു. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദി മിഡ് നൈറ്റ് ഹവർ, അർദ്ധരാത്രിയുടെ മണി മുഴങ്ങുന്ന ആ ടൈം, അതായത് ഒരു പ്രസംഗം നടത്തുന്നത് തലേന്നാണ്. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഈവന്റെ തലേന്നാണ്. അപ്പൊ അർദ്ധരാത്രി ആകുമ്പോൾ 12 മണി കഴിഞ്ഞതിന് ശേഷം when the world sleeps, ലോകം മൊത്തം ഉറങ്ങുമ്പോൾ ഇന്ത്യ will awake to life and freedom. ഇന്ത്യക്കാർ എന്തിനോട് ഉണരുന്നു? നമുക്ക് ജീവനും സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. അപ്പൊ ഈ രാത്രി കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരായി എന്ന് പറയണം. A moment comes which comes but rarely in history. ഒരു നിമിഷം വന്നെത്തി, which comes, അത് വരാറുണ്ട്, but rarely in history. ഹിസ്റ്ററിയിൽ ഭയങ്കര അപൂർവമായിട്ട് വരുന്ന ഒരു നിമിഷമാണിപ്പോ. when we step out from the old to the new, നമ്മൾ ഈ പഴയതിൽ നിന്ന് പുതിയതിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ. when an age ends, ഒരു യുഗം അവസാനിക്കുമ്പോൾ. and when the soul of the nation, നമ്മളുടെ രാജ്യത്തിന്റെ സോൾ എന്ന് പറഞ്ഞ ആത്മാവ്, long suppressed, കുറെ കാലമായിട്ട് അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. സപ്രസ് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. ഫൈൻസ് അട്ടറൻസ് എന്ന് പറഞ്ഞാൽ വാക്ക് അല്ലെങ്കിൽ ശബ്ദം, പ്രകടനം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ അട്ടറൻസ് എന്നുള്ള മീനിങ്. അപ്പൊ എന്താ പറയുന്നത്? വെൻ ദി സോൾ ഓഫ് എ നേഷൻ ലോങ് സപ്രസ്ഡ് ഫൈൻഡ് അട്ടറൻസ്, കുറെ നാളായിട്ട് ഒരു നാടിനെ മൊത്തം അടിച്ചമർത്തപ്പെട്ടിട്ട് അതിന്റെ ആത്മാവിന് ഇപ്പൊ ഒരു ശാന്തി ലഭിക്കുകയാണ്. അതിന്റെ ശബ്ദം, ആ ആത്മാവിന്റെ ശബ്ദമൊക്കെ ഇപ്പൊ പുറത്തു വരാൻ തുടങ്ങി. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാണ്. ഇറ്റ് ഈസ് ഫിറ്റിംഗ് ദാറ്റ് അറ്റ് ദിസ് സോളം മൂമെന്റ് we take the pledge of dedication
ഡെഡിക്കേഷൻ. സോളം മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പവിത്രമായ മുഹൂർത്തത്തിൽ ഇറ്റ് ഈസ് ഫിറ്റിംഗ്, അത് ഭയങ്കര ഉചിതമാണ്. എന്താണ് ഉചിതം? വി ടേക്ക് ദ പ്ലെഡ്ജ് ഓഫ് ഡെഡിക്കേഷൻ. നമ്മളൊരു പ്രതിജ്ഞ എടുക്കുക. എന്തിന്റെ പ്രതിജ്ഞ? ഓഫ് ഡെഡിക്കേഷൻ, സമർപ്പണത്തിന്റെ, ഡെഡിക്കേഷന്റെ പ്രതിജ്ഞ എടുക്കുക. ആർക്കാ സമർപ്പിക്കുന്നത്? ടു ദി സർവീസ് ഓഫ് ഇന്ത്യ, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സർവീസുകളും. ആൻഡ് ഹെർ പീപ്പിൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും. ആൻഡ് ടു ദി സ്റ്റിൽ ലാർജ് കോസ് ഓഫ് ഹ്യൂമാനിറ്റി, അതുപോലെ തന്നെ മനുഷ്യരാശിക്ക് മൊത്തം നല്ലത് പ്രവർത്തിക്കാനുള്ള ഒരു സമർപ്പണം എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. ഈ നിമിഷത്തിൽ അത് ഉചിതമാണ് എന്നാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത് കേട്ടോ. അറ്റ് ദി ഡൗൺ ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ പുലരിയിൽ, ഡൗൺ എന്ന് പറഞ്ഞ പുലരിയിൽ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ചരിത്രത്തിന്റെ ആരംഭത്തിൽ. ഇന്ത്യ സ്റ്റാർട്ടഡ് ഓൺ ഹെർ അൺഎൻഡിങ് ക്വസ്റ്റ്. ഇന്ത്യ അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചരിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട്. എന്ത്? ഓൺ ഹെർ അൺഎൻഡിങ് ക്വസ്റ്റ്, അവളുടെ അവസാനിക്കാത്ത തിരച്ചിൽ. ക്വസ്റ്റ് എന്ന് വെച്ചാൽ അന്വേഷണം എന്നാണ് കേട്ടോ. അൺഎൻഡിങ് എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്തത്. ആൻഡ് ട്രാക്ലെസ് സെഞ്ചുറീസ് ആർ ഫിൽഡ് വിത്ത് ഹെർ സ്ട്രൈവിംഗ്. അതുപോലെ തന്നെ ട്രാക്ലെസ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ തെളിവില്ലാത്ത അത്രയും കാലഘട്ടം. ആർ ഫിൽഡ് വിത്ത് ഹെർ സ്ട്രൈവിംഗ്, അതിൽ എന്തൊക്കെയുണ്ട്? ഫിൽഡ് വിത്ത് ഹെർ സ്ട്രൈവിംഗ്, ഇന്ത്യയുടെ കഠിനമായിട്ടുള്ള പ്രയത്നവും അല്ലെങ്കിൽ ശ്രമങ്ങളൊക്കെ അതിൽ ഉണ്ട് എന്ന് പറയുന്നത്. സ്ട്രൈവിംഗ് എന്ന് വെച്ചാൽ ശ്രമങ്ങൾ. ഓക്കെ. ആൻഡ് ദ ഗ്രാൻഡ്യൂർ ഓഫ് ഹെർ സക്സസ് ആൻഡ് ഫെയിലിയർ, ഇന്ത്യയുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും, ഗ്രാൻഡ്യൂർ എന്ന് പറഞ്ഞാൽ മഹത്വം. തെളിവില്ലാത്ത അത്രയും കഠിന ശ്രമം ഇന്ത്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറെ സക്സസും ആയിട്ടുണ്ട്, കുറെ ഫെയിലിയറും ആയിട്ടുണ്ട്. ത്രൂ ഗുഡ് ആൻഡ് ഇൽ ഫോർച്യൂൺ അലൈക്ക്, നല്ലതും ചീത്തയുമായ കാര്യങ്ങളിൽ, ഫോർച്യൂൺ അല്ലെങ്കിൽ ഭാഗ്യങ്ങളിൽ ഒരുപോലെ തന്നെ. അലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരുപോലെ, ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഭാഗ്യങ്ങൾ. ഓക്കെ, അപ്പൊ രണ്ടിലും ഒരുപോലെ തന്നെ അവൾ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഷീ ഹാസ് നെവർ ലോസ്റ്റ് സൈറ്റ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്, ഒരിക്കലും നെവർ ലോസ്റ്റ്, ഒരിക്കലും ദ സൈറ്റ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്, മുമ്പ് അന്വേഷിക്കാനുള്ള ആ ത്വര ഉണ്ടായിരുന്നില്ലേ, അത് ഒരിക്കലും ഇന്ത്യന്റെ ഭാഗത്തുനിന്ന് അത് കുറഞ്ഞിട്ടില്ല. ആ ശ്രമം കുറഞ്ഞിട്ടില്ല. ഒരു അന്വേഷിക്കാനുള്ള ത്വര ഇതുവരെ കുറഞ്ഞിട്ടില്ല. or forgot the ideals which gave her strength. ഇന്ത്യ ഒരിക്കലും മറന്നിട്ടില്ല ഐഡിയൽസ് എന്ന് പറഞ്ഞ ആദർശങ്ങൾ. ഇന്ത്യക്ക് കരുത്തേകിയിട്ടുള്ള ആദർശങ്ങളൊന്നും ഇന്ത്യ ഇതുവരെ മറന്നിട്ടില്ല. വി എൻഡ് ടുഡേ എ പീരിയഡ് ഓഫ് മിസ്ഫോർച്യൂൺസ്. നമ്മൾ ഇന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്ത്? എ പീരിയഡ് ഓഫ് മിസ്ഫോർച്യൂൺസ്. മിസ്ഫോർച്യൂൺസ് എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങൾ. ദുരന്തങ്ങളുടെ ആ ഒരു കാലഘട്ടം നമ്മൾ ഇന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആൻഡ് ഇന്ത്യ ഡിസ്കവേഴ്സ് ഹെർസെൽഫ് അഗെയിൻ. അതിലൂടെ ഇന്ത്യ അവളെ തന്നെ കണ്ടെത്താൻ പോവുകയാണ്. ദ അച്ചീവ്മെന്റ് വി സെലിബ്രേറ്റ് ടുഡേ is but a step. നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന, ആഘോഷിക്കുന്ന അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ നേട്ടം ഒരു സ്റ്റെപ്പ് മാത്രമാണ്, ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ആൻഡ് ഓപ്പണിംഗ് ഓഫ് ഓപ്പർച്യൂണിറ്റി ടു ദി ഗ്രേറ്റർ ട്രയംസ് ആൻഡ് അച്ചീവ്മെന്റ്സ് ദാറ്റ് അവൈറ്റ് അസ്. ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഓപ്പണിംഗ് ആണ്, ഒരു തുടക്കമാണ്. ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, പല അവസരങ്ങളുടെയും. ടു ദ ഗ്രേറ്റർ ട്രയംസ്, ട്രയംസ് എന്ന് പറഞ്ഞാൽ വിജയങ്ങൾ, വലിയ വലിയ വിജയങ്ങളിലോട്ടും. ആൻഡ് അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങളിലോട്ടുമുള്ള. ദാറ്റ് അവൈറ്റ്സ് അസ്, നമ്മളെ കാത്തിരിക്കുന്നു. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന പല അവസരങ്ങളിലോട്ടുമുള്ള ഒരു തുടക്കം മാത്രമാണ്. നമുക്ക് ഇനി കുറെ വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ വരാൻ പോകുന്നുണ്ട് എന്ന് പറയണം. Are we brave enough and wise enough to grasp this opportunities? Are we brave enough? നമ്മൾ ഭയങ്കര ധൈര്യമുള്ളവരാണോ? And wise enough, ബുദ്ധിയുള്ളവരാണോ? ടു ഗ്രാസ്പ്, ഗ്രാസ്പ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കാൻ. ദിസ് ഓപ്പർച്യൂണിറ്റി, ഈ ഒരു അവസരം നേടിയിരിക്കാൻ നമ്മളൊക്കെ ധൈര്യമുള്ളവരും അതുപോലെ ബുദ്ധിയുള്ളവരും ആണോ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് ആക്സെപ്റ്റ് ദി ചാലഞ്ചസ് ഓഫ് ഫ്യൂച്ചർ, ഭാവിയിൽ വരാൻ പോകുന്ന വെല്ലുവിളികളൊക്കെ നേരിടാൻ നമ്മൾ ധൈര്യവാന്മാരാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഫ്രീഡം ആൻഡ് പവർ ബ്രിങ്സ് റെസ്പോൺസിബിലിറ്റി. ഫ്രീഡം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, പവർ എന്ന് പറഞ്ഞാലോ അധികാരം. ബ്രിങ്സ് റെസ്പോൺസിബിലിറ്റി, അത് എന്ത് കൊണ്ടുവരുന്നു? ഉത്തരവാദിത്വം കൊണ്ടുവരുന്നു. സ്വാതന്ത്ര്യവും അധികാരവും നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൊണ്ടുവരുന്നു. ദ റെസ്പോൺസിബിലിറ്റി റെസ്റ്റ്സ് അപ്പോൺ ദിസ് അസംബ്ലി. അപ്പൊ ആ ഒരു ഉത്തരവാദിത്തം, റെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വന്നു ചേരുന്നത് അപ്പോൾ ദിസ് അസംബ്ലി, ഈ അസംബ്ലിയുടെ മേലെയാണ്. അപ്പൊ ഈ റെസ്പോൺസിബിലിറ്റിക്ക് ഏറ്റെടുക്കുന്ന ഈ അസംബ്ലി എങ്ങനെയുള്ളതാണ്? എ സോവറിൻ ബോഡി റിപ്രസെന്റിംഗ് ദി സോവറിൻ പീപ്പിൾ ഓഫ് ഇന്ത്യ. സോവറിൻ ബോഡി എന്ന് പറഞ്ഞാൽ പരമാധികാരമുള്ള സഭ. റിപ്രസെന്റിംഗ്, അത് ആരെ പ്രതിനിധീകരിക്കുന്നത്? ദ സോവറിൻ പീപ്പിൾ ഓഫ് ഇന്ത്യ.
പരമാധികാരമുള്ള ഇന്ത്യയിലെ ജനങ്ങളെ. അപ്പൊ എന്താ മൊത്തത്തിൽ പറയുന്നത്, ഈ ഒരു ഉത്തരവാദിത്വമൊക്കെ ഇപ്പോൾ വന്നു ചേരുന്നത് ഈ ഒരു അസംബ്ലിക്കാണ്. ഈ അസംബ്ലി എന്ന് പറയുന്നത് പരമാധികാരമുള്ള ഒരു സഭയാണ്. അതിൽ എല്ലാ തീരുമാനങ്ങളും ഇന്ത്യക്കാർക്ക് ഇനി മുതൽ എടുക്കാൻ പറ്റും. അതായത് ബ്രിട്ടീഷിനെ ഇനി ഒന്നിലും നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ബിഫോർ ദി ബർത്ത് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന്റെ ജനനത്തിന് മുമ്പ്, വി ഹാവ് എൻജോയ്ഡ് ഓൾ ദി പെയിൻസ് ഓഫ് ലേബർ. വി ഹാവ് എൻജോയ്ഡ് എന്ന് പറഞ്ഞാൽ സഹിച്ചു. അപ്പൊ നമ്മളെല്ലാം സഹിച്ചു. ഓൾ ദി പെയിൻസ്, എല്ലാ വേദനയും നമ്മൾ സഹിച്ചു. ഓഫ് ലേബർ, പ്രസവത്തിന്റെ എല്ലാ വേദനയും നമ്മൾ സഹിച്ചു. നമ്മൾ ഈ പ്രസവ വേദനയിലൂടെ ഒക്കെ കടന്നു പോയിട്ടാണല്ലോ നമുക്കൊരു കുട്ടിനെ പുറത്തിട്ട്. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാവില്ലേ? അതുപോലെ നമുക്ക് കുറേ വേദനകൾ അനുഭവിച്ചിട്ടാണ് നമുക്ക് ഈ ഫ്രീഡം കിട്ടിയിട്ടുള്ളത്. ആൻഡ് അവർ ഹേർട്സ് ആർ ഹെവി വിത്ത് ദി മെമ്മറി ഓഫ് ദിസ് സോറോ. അപ്പോൾ നമ്മളുടെ ഹൃദയം ഇപ്പം എങ്ങനെയാണ്? ഭയങ്കര ഹെവിയാണ്, ഭയങ്കര ഭാരം കൂടിയിട്ടാണ്. വിത്ത് ദി മെമ്മറി ഓഫ് ദിസ് സോറോ, ഈ ഒരു ദുഃഖത്തിന്റെ ഓർമ്മകളാൽ ഭയങ്കരമായിട്ട് ഭാരം കൂടിയിട്ടിരിക്കുകയാണ് നമ്മളുടെ ഹൃദയം. സം ഓഫ് ദോസ് പെയിൻസ് കണ്ടിന്യൂ ഈവൻ നൗ. അതിൽ ചില വേദനകളൊക്കെ ഇപ്പോഴും നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെവർദിലെസ്, എങ്കിലും ദ പാസ്റ്റ് ഈസ് ഓവർ. നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു, അത് കഴിഞ്ഞു, ഇനി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് ഇറ്റ് ഈസ് ദി ഫ്യൂച്ചർ ദാറ്റ് ബേക്കൺസ് അസ് നൗ. ഇനി നമ്മൾക്ക് നമ്മളുടെ ഫ്യൂച്ചർ, നമ്മളുടെ ഭാവിയാണ് ദാറ്റ് ബേക്കൺസ്. ബേക്കൺസ് എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുന്നത്. അപ്പം ഇനി നമ്മളുടെ ഭാവി കാലമാണ് നമ്മളെ മാടി വിളിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാം എന്ന് പറയണം. ദാറ്റ് ഫ്യൂച്ചർ ഈസ് നോട്ട് വൺ ഓഫ് ഏസ്. ആ ഒരു ഭാവി എന്ന് പറയുന്നത് അത്ര ഈസി ഒന്നുമല്ല. ഓക്കെ, ഓർ റെസ്റ്റിംഗ്, അതുപോലെ തന്നെ വിശ്രമിക്കാനുള്ളതുമല്ല. ബട്ട് ഓഫ് ഇൻസിസ്റ്റൻറ്റ് സ്ട്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നിരന്തരമായ കഠിനാധ്വാനം. സോ ദാറ്റ് വി മേ ഫുൾഫിൽ ദ പ്ലെഡ്ജ് വി ഹാവ് സോ ഓഫൻ ടേക്കൻ. അതുകൊണ്ട് എന്ത് നേടാൻ നമുക്ക്? വി ക്യാൻ ഫുൾഫിൽ, നമ്മൾക്ക് നിറവേറ്റാം. ദ പ്ലെഡ്ജ്, ആ പ്രതിജ്ഞ. വി ഹാവ് സോ ഓഫൻ ടേക്കൻ, നമ്മൾ എടുത്തിട്ടുള്ള ആ പ്രതിജ്ഞ നിറവേറ്റാം. ആൻഡ് ദ വൺ വി ഷൽ ടേക്ക് ടുഡേ, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പ്രതിജ്ഞയും നമ്മൾക്ക് നിറവേറ്റാൻ പറ്റും. അപ്പൊ എന്താ പറയുന്നത്? ആ ഒരു ഭാവി എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടൊന്നും കിട്ടില്ല. അതുപോലെ വിശ്രമിച്ചാലൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷെ നിരന്തരമായിട്ടുള്ള പ്രയത്നങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ദ സർവീസ് ഓഫ് ഇന്ത്യ മീൻസ് ദി സർവീസ് ഓഫ് ദി മില്യൺസ് ഹു സഫർ. ദ സർവീസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സേവനം. സർവീസ് എന്ന് പറഞ്ഞാൽ സേവനം എന്നാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ സേവനം എന്ന് പറഞ്ഞാൽ ദ സർവീസ് ഓഫ് ദി മില്യൺസ് ഹു സഫർ, വേദന അനുഭവിക്കുന്ന മില്യൺസ് ആയിട്ടുള്ള ആളുകളുടെ സേവനമാണ്. ഇറ്റ് മീൻസ് ദ എൻഡിങ് ഓഫ് പ്രോവേർട്ടി ആൻഡ് ഇഗ്നോറൻസ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദ എൻഡിങ് ഓഫ് പ്രോവേർട്ടി, ദാരിദ്ര്യത്തിന്റെ അവസാനം, ആൻഡ് ഇഗ്നോറൻസ്, ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, അറിവില്ലായ്മയുടെ അവസാനം, ആൻഡ് ഡിസീസ്, അതുപോലെ തന്നെ രോഗങ്ങളുടെ അവസാനം, ആൻഡ് ഇൻഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ അവസരങ്ങളിലുള്ള അസമത്വം, അതിൻ്റെ അവസാനം. ഇൻഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവസരങ്ങളിലുള്ള അസമത്വത്തിന്റെയും അവസാനമാണ്. The ambition of the greatest man of our generation has been to wipe every tears from every eyes. The ambition എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹം. Of the greatest man, ഏറ്റവും മഹാനായ വ്യക്തി, ഓഫ് അവർ ജനറേഷൻ, നമ്മളുടെ തലമുറയിലെ, ഹാസ് ബീൻ ടു വൈപ്പ് എവ്രി ടിയേഴ്സ് ഫ്രം എവ്രി ഐസ്. വൈപ്പ് എന്ന് പറഞ്ഞാൽ തുടച്ചു മാറ്റുക, എല്ലാ കണ്ണിൽ നിന്നും എല്ലാ കണ്ണുനീരും തുടച്ചു മാറ്റുക എന്നാണ്. അതായത് നമ്മളുടെ തലമുറയിലെ ഏറ്റവും മഹാനായ വ്യക്തിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ണിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റണം എന്നുള്ളതാണ്. ഇത് നമ്മളുടെ മഹാത്മാഗാന്ധിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് മേ ബി ബിയോണ്ട് അസ്. ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ചിന്തകൾക്കും അപ്പുറമായിരിക്കാം, നമുക്കും അപ്പുറമായിരിക്കാം. അതായത് എപ്പോഴും നമുക്കത് സാധിച്ചോളണം എന്ന് വരില്ല. ബട്ട് ആസ് ലോങ് ആസ് ദർ ആർ ടിയേഴ്സ് ആൻഡ് സഫറിങ്സ്, എത്രത്തോളം കാലം ഇവിടെ കണ്ണുനീരും അതുപോലെ തന്നെ വേദനയും, സഫറിങ്സ് എന്ന് പറഞ്ഞാൽ വേദനയും ഉണ്ടോ, സോ ലോങ് അവർ വർക്ക് വിൽ നോട്ട് ബി ഓവർ, അത്രയും കാലം നമ്മളുടെ വർക്ക് എന്ന് പറയുന്നത് തീരില്ല. And so we have to labor and to work hard to give reality to our dream. അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ, റിയാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് we have to labor, നമുക്ക് പണിയെടുക്കേണ്ടി വരും. ആൻഡ് ടു വർക്ക്, നമുക്ക് പ്രവർത്തിക്കേണ്ടി വരും. ആൻഡ് ടു വർക്ക് ഹാർഡ്, നമുക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പണിയെടുക്കേണ്ടി വരും, പ്രവർത്തിക്കേണ്ടി വരും, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. Those dreams are for India. ഈ ആഗ്രഹങ്ങളൊക്കെ ഇന്ത്യക്കുള്ളതാണ്. ബട്ട് ദേ ആർ ആൾസോ ഫോർ ദി വേൾഡ്. അതുപോലെ തന്നെ ഈ ആഗ്രഹങ്ങളൊക്കെ ലോകമെമ്പാടുമുള്ളവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. ഫോർ ഓൾ ദി നാഷൻസ് ആൻഡ് ദി പീപ്പിൾസ്, എല്ലാ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ ജനതകൾക്കും.
ഇവിടെ പീപ്പിൾസ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് കൾച്ചർ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ, ഗ്രാമർ മിസ്റ്റേക്ക് അല്ല. ആൻഡ് ആർ ടു ക്ലോസ്ലി നൈറ്റ് ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു ചേരുക. അപ്പൊ എല്ലാതും ഭയങ്കര ക്ലോസ്ലി ആയിട്ടുള്ള, എല്ലാ നാടും ഭയങ്കര ക്ലോസ്ലി ആയിട്ട് ഒത്തുചേർന്ന പോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഫോർ എനി വൺ ഓഫ് ദം ടു ഇമാജിൻ ദാറ്റ് ഇറ്റ് ക്യാൻ ലീവ് അപ്പാർട്ട്. ക്ലോസ് ആയിട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും വിചാരിക്കാൻ പറ്റില്ല ടു ലീവ് അപ്പാർട്ട്, വിട്ട് അല്ലെങ്കിൽ മാറി നിൽക്കാമെന്ന്. പീസ് ഇസ് സെറ്റ് ടു ബി ഇൻഡിവിസിബിൾ. പീസ്, സമാധാനം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ്. ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ പറ്റാത്തതാണ്. സോ ഈസ് ഫ്രീഡം, അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യം. സോ ഈസ് പ്രോസ്പെറിറ്റി നൗ, അതുപോലെ തന്നെയാണ് സമൃദ്ധിയും ഇപ്പോൾ ഉള്ളത്, നമുക്കത് വേർപിരിക്കാൻ പറ്റില്ല. ആൻഡ് സോ ഓൾസോ ഈസ് ഡിസാസ്റ്റർ, അതുപോലെ തന്നെയാണ് ഡിസാസ്റ്ററുകളും ലൈക്ക് യുദ്ധങ്ങളും അതുപോലെ പട്ടിണിയും, ഇതൊന്നും നമുക്ക് ഇൻഡിവിസിബിൾ അല്ല, അതായത് വേർതിരിക്കാൻ പറ്റില്ല. അതായത് ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്കത് വിഭജിക്കാൻ പറ്റില്ല, ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്കത് വേർപിരിക്കാൻ പറ്റില്ല. ഇൻ ദിസ് വൺ വേൾഡ് ദാറ്റ് ക്യാൻ നോ ലോങ്ങർ ബി സ്പ്ലിറ്റ് ഇൻ ടു ഐസൊലേറ്റഡ് ഫ്രാഗ്മെന്റ്സ്. ഒറ്റപ്പെട്ട് കഷ്ണങ്ങളായി വിഭജിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഐസൊലേറ്റഡ് ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ വിഭജിക്കുക, ഓക്കെ, കഷ്ണങ്ങളായി വിഭജിക്കുക, അത് പോസിബിൾ അല്ല എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു വേൾഡിന്റെ അവസ്ഥയിൽ ഒറ്റപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഒരു യുദ്ധമായിക്കോട്ടെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ബാധിക്കും. പട്ടിണി ആയിക്കോട്ടെ അത് ചെറുതായിട്ട് എവിടെയെങ്കിലും ബാധിച്ചാൽ എല്ലാ ലോകം ബാധിക്കും. അതുപോലെ തന്നെയാണ് സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും ഒക്കെ. അപ്പോൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും അത് സ്പ്രെഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ടു ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളോട്, ഹൂസ് റിപ്രസെന്റേറ്റീവ്സ് വി ആർ, ആരുടെ പ്രതിനിധികളാണോ ഞങ്ങൾ, ഇന്ത്യനെ റിപ്രസെന്റേറ്റ് ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്ന് പറയാണ്. We make an appeal to join us with faith and confidence in the great adventure. ഈ ഒരു മഹത്തായ സാഹസിക യാത്രയിൽ വിശ്വാസത്തോടു കൂടിയും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും നമുക്ക് ഒത്തുചേരാം. ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഈ സാഹസികത നിറഞ്ഞ ഒരു യാത്രയിൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം, അതുപോലെ തന്നെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസത്തോടും കൂടിയും അവരുടെ കൂടെ ജോയിൻ ചെയ്യാനാണ് പറയുന്നത്, ഈ റിപ്രസെന്റേറ്റീവിന്റെ കൂടെ. ദിസ് ഇസ് നോ ടൈം ഫോർ പിറ്റി ആൻഡ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെറ്റി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ വിനാശകരമായിട്ടുള്ള വിമർശനം, അതായത് ഇങ്ങനെ കുറ്റങ്ങൾ പറയാ, അതിനൊന്നുള്ള സമയമല്ല ഇപ്പോ. നോ ടൈം ഫോർ ഇൽവിൽ, അതുപോലെ തന്നെ ഇതൊരു ഇൽവില്ലിനുള്ള ശത്രുതക്കുള്ള സമയവുമല്ല. ഓർ ബ്ലെയിമിങ് അതേഴ്സ്, ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള സമയവുമല്ല. വി ഹാവ് ടു ബിൽഡ് ദ നോബൽ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ. നമുക്ക് ഇനി നിർമ്മിക്കാനുള്ളത് നോബൽ മാൻഷൻ, ഭയങ്കര മഹത്തായ ഒരു സൗധം പണിയാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, മാൻഷൻ എന്ന് പറഞ്ഞാൽ സൗധം അല്ലെങ്കിൽ വലിയൊരു മാളിക. ഓഫ് ഫ്രീ ഇന്ത്യ, ഓൾ ഹെർ ചിൽഡ്രൻ മേ ഡ്വെൽ, അതിൽ ഇന്ത്യയിലുള്ള എല്ലാ മക്കൾക്കും മേ ഡ്വെൽ എന്ന് പറഞ്ഞാൽ ജീവിക്കാം അല്ലെങ്കിൽ താമസിക്കാം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ജവഹർലാൽ നെഹ്റു ഇൻഡിപെൻഡൻസിന്റെ ഈവിന് സംസാരിച്ചിട്ടുള്ള ആ ഒരു സ്പീച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാം മനസ്സിലാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.